ഓറഞ്ച്. എന്നടാ ഗോച്ച ജ്യൂസ് കട നടത്തുന്നു? ഹായ് ഡ്രംസ് ശിവമണി എനിക്ക് കൊടുത്താ. Oh no, only for couples. എന്താണ് കക്കൂസി പോണ 20 രൂപയോ? ഞാൻ മലപ്പുറത്ത് പോയിട്ട് പോയിക്കോളാം. No, please leave. No, we go meet Gocha. No, this is club ഒരു rules. പെണ്ണില്ലാതെ അകത്തോട്ട് വിടുന്നില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എടാ നീ പീറ്ററിൽ വീക്കാണ്, പിന്നെ എങ്ങനെ ഈ മാറ്റർ ഒപ്പിച്ചു? സത്യം പറഞ്ഞു. അതേടാ സത്യം പറഞ്ഞ എനിക്കായ ഒരു ഊട്ടി ആപ്പിൾ തന്നെ ഉരുട്ടിക്കൊണ്ട് വന്നു. നിനക്ക് ഞാൻ എങ്ങനെ നന്ദി പറയൂടാ? ഇവിടെ നിനക്കല്ല എനിക്കാ. കപ്പിൾസ് വരട്ടെ. സാർ, Someone is calling you. നമസ്കാരം. മലപ്പുറത്തുനിന്ന് വരുവാ. വേണുഗോപാൽ ഇൻഡസ്ട്രീസ് മലപ്പുറത്തുനിന്ന് വരുവാ. അതിനെന്താപ്പോ? അല്ല, നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് എൻ്റെ അച്ഛനൊരു 50 ലക്ഷം രൂപ പണം തരാനുണ്ട്. 10 വർഷം കഴിഞ്ഞിട്ട് വാ. ഉണർത്തവന് അണ്ണാ. അണ്ണാ എന്താടാ? വീസ 2 ദിവസത്തേക്കേ ഉള്ളൂ. അതിനുള്ളിൽ കാശ് വാങ്ങി നാട്ടിലേക്ക് പോകണം. കുടുംബവും സ്ത്രീകളും എല്ലാം വഴിയാധാരമായി. വീട് ജപ്തിയും ചെയ്തു പോയി. ഒരേ ഒരു കാര്യം ഗോച്ച സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ. ഇതാണ്, ഇത് നോക്ക് എവിഡൻസ് എല്ലാം ഉണ്ട്. എൻ്റെ അച്ഛൻ്റെ പേര് കൊടുത്ത ബൗൺസ് ആയി ചെക്ക്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം ഉണ്ട്. ഇതാ നോക്ക്. എന്താ സാർ കീറിക്കളഞ്ഞത്? ഏയ് നീ ആരാന്നേ എനിക്കറിയില്ല. ഓടാ സാർ, പൈസ വാങ്ങാതെ. ഓടാ. ഓടാ. അനിയ പൊയ്ക്കോ. കേട്ടില്ലേ? പൊയ്ക്കോ അനിയ, പൊയ്ക്കോ. പോടാ പോ. അവനെ പറഞ്ഞോടാ. നോക്കാതെ പോടാ. പോടാ. എന്താ മൂഡ് ഔട്ടായി വരുന്നേ? ഏയ് ഗോച്ച എന്ത് പറഞ്ഞടാ? പൈസ തന്നോടാ? നീ ചെക്ക് കാണിച്ചോ? പറയ്, അവിടെ എന്താ സംഭവിച്ചേ? 2-1 തൊട്. ഏയ് എവിടാ നീ മാത്രം പോണേ? വേണു, 2 പേരിൽ എന്താ ഉദ്ദേശിച്ചേ? ഒന്ന് നീതി, ധർമ്മ, ന്യായം. അപ്പൊ രണ്ടാമത്തേത്? ആട്ടി കുത്ത്. ഞാൻ തൊട്ടത്? രണ്ടാമത്തേത്. അയ്യോ, വേണു വേല ആരംഭിച്ചല്ലോടാ. എന്താളെ എപ്പോഴും അവിടെ ഉണ്ടോ? നിങ്ങൾ നാട്ടിലേക്ക് കൊടുത്തു വെച്ച കമ്പനി ചെക്ക് ഒരുത്തൻ ബൗൺസ് ആയെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ആരാവൻ? ഏതോ ശിവദാസന്റെ മോനാ. എന്നാ എന്റെ മകൻ വരൂടാ. ഞങ്ങളൊക്കെ ഇവിടെ കുടുങ്ങിയെന്ന് എന്നവൻ അറിയുന്നോ അന്ന് നിന്റെ അങ്കാവടിയാടാ. ശിവദാസന്റെ മോനോ? എവിടാ അവൻ? ഇന്ന് 50 ലക്ഷം ചോദിച്ചപ്പോ നാളെ അവന്റെ അച്ഛൻ എവിടെ ചോദിച്ചാൽ എന്ത് പറയോടാ? അവൻ എവിടെ ഉണ്ടെങ്കിലും തേടി പിടിച്ച് കൊന്നുകളഞ്ഞേരെ. എന്താ വഴിക്ക് തിരിച്ചു പോന്ന് വിചാരിച്ചോ? തിരിച്ചു പോകുന്നവനല്ലടാ, തിരിച്ചു കൊടുക്കുന്നവൻ. ബോസെ നീ തന്നെ വിളിക്കണോ അതോ ഞാൻ വിളിപ്പിക്കണോ?
നമ്മുടെ സംസാരം മാത്രമേ സൈലന്റ് ആയിട്ടുള്ളൂ, പക്ഷെ അടി സറ വെടി കൊണ്ടാ നീ നിന്ന് കറങ്ങും. കേട്ടടാ ഫോൺ, വിളിക്കടാ അവനെ. എന്താടാ കാലിയാക്കിയോ? ആ എന്താടാ ഏതോ വീട് കാലിയാക്കുന്ന പോലെ ചോദിക്കുന്നേ? നിന്റെ അളിയനെ ക്ലബിലിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട്, വന്ന് എടുത്തോണ്ട് പോടാ. ആരാ നീ? നീ കാശ് കൊടുക്കാനുള്ള ശിവദാസനില്ലേ, അദ്ദേഹത്തിന് ജനിച്ച മോനാടാ. ഡാ, വണ്ടി തിരിക്കാ, വണ്ടി തിരിക്കാ. ഏയ് ഗോച്ച, ഇതാണ് നീ കടം കൊടുക്കുന്ന സ്റ്റൈല്. മുതല് മാത്രം വാങ്ങിട്ട് പോവാന്നാ വിചാരിച്ച, പക്ഷെ ഇനി പലിശ മേടിച്ചിട്ടേ പോകുന്നുള്ളൂ. ഡാ, വണ്ടി നിർത്ത, വണ്ടി നിർത്താൻ. എന്റെ ഏരിയയിൽ വന്ന് എന്റെ അളിയനെയും ആളുകളും തല്ലിയിട്ട് പോയേക്കുന്നു. എന്ത് ചെയ്യായിരുന്നോ നിങ്ങള്? എന്ത് ചെയ്യായിരുന്നു? എവിടാ ഗുണ? സാർ, അത് നമ്മുടെ ഗുണയെ പോലില്ലേ? അവന്റെ അച്ഛൻ പറഞ്ഞു മോൻ വരുമെന്ന്. അച്ഛൻ നല്ലവൻ, ഇവൻ കെട്ടവൻ. ഡേഞ്ചറാടാ, ഡേഞ്ചർ, ഡേഞ്ചർ എന്ന് പറഞ്ഞില്ലേ? പോയി അവനെ കൊല്ലാൻ നോക്കടാ, പോൻ. സാർ, അവനിവിടെ ഇല്ല സാർ. ഹലോ സാർ, കോലാലംപൂർ മുഴുവൻ തിരഞ്ഞവനെ എവിടെയും കണ്ടില്ല. ഓടാ പന്നി, അത് പറയാനാണ് ഫോൺ വിളിച്ചത്. കണ്ടുപിടിച്ച് കൊന്നു കളഞ്ഞ് തിരിച്ചു പോരെ, ഇല്ലെങ്കിൽ ആ വഴിക്ക് പൊയ്ക്കണം. കിട്ടില്ല എങ്കിൽ അവനെ ഞാൻ തന്നെ കൊല്ലും. അല്ലയാ, നമ്മുടെ ആളുകളെ വിട്ട് കോലാലംപൂരിൽ നിന്ന് അവൻ എവിടെയും പോകാൻ പറ്റില്ല. ന്യൂ ഇയർ പാർട്ടിക്ക് സമയമാകുന്നു, വാ പോവാ. നമ്മളെ പറ്റിയാ സംസാരിച്ചിട്ട് പോയത് അറിയുമോ? അതെ അതെ, എന്ത് കഥ. ഒരു ഹാഫും ഹാഫ് ബോയിലും ഉണ്ടായിരുന്നെങ്കിൽ നാട്ടിൽ തന്നെ ന്യൂ ഇയർ സൂപ്പറായി ആഘോഷിച്ചേനെ. മലേഷ്യയിൽ ചുറ്റിക്കറങ്ങാൻ വാ, വെള്ളമടിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ നോക്ക്, നമ്മളെ തന്നെ ആളെ വിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പേടിക്കാതടാ, ഈ പുതുവർഷം പിറക്കാൻ പോകുന്നതിനെ നമുക്ക് വേണ്ടിയാ.